ഹലോ ഗൈസ്, നമ്മൾ വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ തൊട്ട് നോക്കുക എവിടെയാണ് ബെസ്റ്റ് സ്റ്റേ കിട്ടുക. അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സീഗോട്ട് എന്ന് പറഞ്ഞ റിസോർട്ട് കണ്ടത്. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ വയ്യ, അത്ര അടിപൊളി. ആ റിസോർട്ടിന് മാത്രം വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നല്ല, ആൾക്കാർക്ക് കൊണ്ട് എനിക്ക് സൗകര്യമില്ല. ഇൻസ്റ്റയിലും വാട്സപ്പിലും എനിക്ക് ഒരുപോലെ മെസ്സേജ് വന്നു. ഇതിന്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ലൊക്കേഷൻ, പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചെങ്കിൽ എനിക്ക് കുറെ മെസ്സേജസ് വന്നിരുന്നു. അവിടുത്തെ ഫുൾ വീഡിയോ ആയിക്കോ. അപ്പൊ എന്തായാലും ഞാൻ ഓർത്തു എന്തായാലും എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനൊരു ഫുൾ വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് ഫസ്റ്റ് തന്നെ നമുക്കൊരു ഫോം തരും, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. പിന്നെ വെൽക്കം ഡ്രിങ്ക്സും കിട്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ റിസോർട്ട് എടുക്കാൻ കാരണം തന്നെ ഈ പൂളിന്റെ ഒരു വ്യൂ ആണ്. വ്യൂ കാണാൻ എന്താ പറയാ അടിപൊളി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പൂള് മാത്രം പോരാ, നമുക്ക് താങ്ങാവുന്ന റേറ്റ് കൂടെ ആയിരിക്കണം. പക്ഷെ അതും ഇവിടെ സെറ്റാണ്. പിന്നെ ഇവിടെ കുറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിനൊരു ടൈമിംഗ് ഉണ്ട്. മോർണിംഗ് ആണെങ്കിൽ 7:30 to 11:30, ഈവനിങ് ആണെങ്കിൽ 4:30 to 6:30 ആണ് ടൈമിംഗ് വരുന്നത്. അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. പെർ ഹെഡ് വെറും 350 റുപ്പീസും നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പാർക്ക് ഉണ്ട്. ഇനി ഞങ്ങളെടുത്ത റൂം കാണിച്ചു തരാം. റൂമിന്റെ കാര്യം പറയാനില്ല, ബെസ്റ്റ് റൂമായിരുന്നു. നമ്മൾ ഓൺലൈൻ വഴിയാണ് ഇത് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ബാൽക്കണി വ്യൂ ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ചായ, കാപ്പി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. അവിടുത്തെ പൂളിന്റെ വ്യൂ കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നു. ഡാമിലത്തെ സ്പീഡ് ബോട്ട്, കൊട്ടവഞ്ചിയൊക്കെ നമുക്ക് അവിടെ നിന്നാൽ കാണാം. പിന്നെ എന്തായാലും അധികം നേരം സമയം കളഞ്ഞില്ല, നേരെ റൂമിൽ പോയി ഫ്രഷ് ആയി അങ്ങോട്ട് ഇറങ്ങി പൂളി ചാടാന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്, വെയിലിനൊത്ത് കാറ്റുണ്ട്. പക്ഷെ വെയിൽ നമുക്ക് ഏറ്റില്ലെങ്കിലും കാറ്റ് നന്നായിട്ട് ഏൽക്കുന്നുണ്ട്. പിന്നെ ജെഫിന്റെ പാട് ഒന്നും പറയണ്ട, ഒന്ന് പൂളി ചാടാ പിന്നെ വെയിലത്ത് ഉണങ്ങാൻ കിടക്കാം. ഇത് തന്നെ പണി. റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയി പിന്നെയും പുറത്തേക്ക് ഒരു ചായ കുടിക്കാന്ന് വെച്ച് ഇറങ്ങിയതാ. അപ്പൊ ഇറങ്ങിയപ്പോഴാണ് എന്തോ ഒരു വന്തികേട് മണത്തത്. ഇവരാണെങ്കിലും അവിടെ സർപ്രൈസ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ ഒരു കേക്ക് കട്ടി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കേക്ക് കട്ടിങ്ങിന് ഇത്ര അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ടോ പോയി. പിന്നെ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഇവിടെ കുറച്ചേരം ഇരിക്കുമ്പോൾ ആ ഒരു സമാധാനം കിട്ടുള്ളൂ. ഞാനൊരു കോഫി നഗറ്റ്സ് ആട്ടോ കഴിച്ചത്. പിന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ കാര്യം പറയേ വേണ്ട, നല്ല കെയറിംഗ് ഉണ്ട്. എന്താ പറയാ, നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നായാലും ചെക്കിങ്ങിന് മുന്നായാലും എല്ലാത്തിലും നമ്മളിങ്ങനെ എന്താ വിളിച്ച് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും പെട്ടെന്ന് തന്നെ ഓടി വരികയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ് ഫയറിന് പോയി കുറച്ചേരം ഗെയിമൊക്കെ കളിച്ചിരുന്നു. പിന്നെ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡും നല്ല ടേസ്റ്റുള്ള ഫുഡാട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വാങ്ങി തിരിച്ച് റൂമിൽ പോയി. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയറിനൊക്കെ പോകണമെങ്കിൽ കുറച്ച് മുന്നായിട്ട് ഇങ്ങനെ കുറെ കുഞ്ഞു പ്രാണികൾ അവിടെ ഉണ്ടായിരുന്നു. റിസോർട്ടിന് ചുറ്റും മരങ്ങളും പുല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പ്രാണികൾ വരും. നമ്മൾ ക്യാമ്പ് ഫയറിന് പോകണമെങ്കിൽ മുന്നേ അവിടുത്തെ സ്റ്റാഫിന് ഇതൊന്ന് ഇൻഫോം ചെയ്തിരുന്നു. നമ്മൾ തിരിച്ചു വന്നപ്പോഴോ എന്തോ ഒരു തിരിയൊക്കെ കത്തിച്ച് എല്ലാത്തിനെയും കൊന്ന് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി റൂം സ്പ്രേ ഒക്കെ അടിച്ച് എല്ലാം സെറ്റ് ആക്കി തന്നു. അപ്പൊ ഓക്കെ, ബൈ ബൈ.